നമസ്കാരം. ഇന്ന് നന്മയുള്ളൊരു വാർത്തയാണ്. നമ്മൾ കാങ്കോലിൽ നിന്ന് മാത്തിൽ പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു ഹോട്ടൽ ടീ സ്റ്റാളിൽ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്. ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് ഇവിടെ നിന്നും സൗജന്യമായി ഏത് സമയത്തും ഭക്ഷണം കഴിക്കാമെന്നാണ്. അതുപോലെ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി ഇവിടെ നിന്നും ഉച്ചഭക്ഷണം കഴിക്കാവുന്നതാണെന്നാണ്. നമുക്കറിയാം, ഒരു ഡയാലിസിസ് പേഷ്യന്റിനൊക്കെ സംബന്ധിച്ച് ആഴ്ചയിൽ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ചാനൽ തന്നെ നേരത്തെ വാർത്ത നൽകിയതായിരുന്നു. അത്രത്തോളം വിഷമതയിലൂടെയാണ് ഒരു ക്യാൻസർ പേഷ്യന്റ് ഒക്കെ എത്രമാത്രം വലിയൊരു തുകയാണ് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോഴാണ് ഇവിടെ അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഈ ഒരു കട ഇത്രയും വലിയ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് കയറി ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. 40 വർഷമായി ഈ കട ഇവിടെ തുടങ്ങിയിട്ട്, ഉപ്പയായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ 40-ാം വർഷത്തിലാണ് ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാമെന്ന് ജബ്ബാർച്ച വിചാരിച്ചത്. നമസ്കാരം. അപ്പൊ ഈ 40 വർഷം കഴിഞ്ഞു, അപ്പൊ ഒരു കാരുണ്യ പ്രവർത്തനം ആവട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് ഇപ്പൊ എത്രയായി? 3 മാസമായി. ആളുകൾ വരുന്നുണ്ട്. പിന്നെ വരുന്നവർക്കും ഒരു കൗതുകമായിരിക്കും ഇതിങ്ങനെ വെച്ചതിനെ കുറിച്ചൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ആഹാ, ഒരു വലിയ മനസ്സിനുടമയ്ക്ക് മുന്നിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇതിനു മുന്നേ ഒക്കെ ഇങ്ങനെ ആളുകൾ വരുമ്പോ അവരുടെ ഒരു വിഷമം കണ്ടറിഞ്ഞതായിരുന്നു. വിഷമം കണ്ടിട്ടുണ്ടാണ്. 40 കൊല്ലം ഉപ്പാരെ ഓർമ്മക്ക് വേണ്ടിട്ട് നമ്മളൊന്ന് 40 കൊല്ലം ടൗണിൽ തന്നെ ചെയ്യുന്നതല്ല. അതെ, ഈ നാട്ടുകാരാണ് നമ്മുടെ ശക്തി. ഇത്രയും ഈ 40 വർഷം മുന്നോട്ട് പോകുന്ന ചെറിയൊരു പ്രയാണമല്ല. അപ്പൊ അവർക്ക് വേണ്ടി തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്ന് ഓർത്തു അല്ലേ? അതെ, പിന്നെ വലിയ സന്തോഷമാണ്. വ്യാപാരത്തിലും സന്തോഷമാണ് ഇങ്ങനെ ഒരു ബോർഡ്. അപ്പൊ ഞാനിവിടെ കയറി കണ്ടപ്പോ ഗ്യാസിന്റെ ഒരു പ്രശ്നമൊക്കെ വരുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഇവിടെ വിറകടുപ്പിലൊക്കെയാണ്. ബീഫ് പത്തലും ആണല്ലോ ഇവിടെ ഫേമസ്. ഓക്കെ, അപ്പൊ വലിയ സന്തോഷം. ഇവിടെ പൊറോട്ടയുടെ കാര്യം പറയുമ്പോൾ ഷിബുവേട്ടനെയും കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം നല്ലൊരു കുക്കാണ്. കുറേ കാലമായിട്ട് എറണാകുളത്തായിരുന്നു. ഉല്ലാസ് പന്തളത്തിന്റെ ഒക്കെ കുക്കായിട്ടുണ്ടായിരുന്നതാണ്. ഷിബുവേട്ട നമസ്കാരം. വലിയ വലിയ ആൾക്കാരാണ് ഇവിടെ വന്നവർക്ക് പോലും ഇതൊരു പുതിയ അറിവാന്ന് തോന്നുന്നു. ഉല്ലാസ് പന്തളത്തിന്റെ ഒക്കെ കൂടെ എത്ര നാളെ ഉണ്ടായിരുന്നു? ഉല്ലാസ് പന്തളത്തിന്റെ കൂടെ ഞാൻ 6 മാസത്തോളം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ആ ഒരു സ്ട്രോക്ക് വന്ന സമയത്തൊക്കെ പുള്ളിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. കുക്കായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. വേറെ എവിടെയൊക്കെ വർക്ക് ചെയ്തു? വേറെ ഇപ്പൊ എറണാകുളത്ത് കടവന്തൂരില് പപ്പടംസ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഫേമസ് ആയിട്ട് പറയാൻ വേണ്ടി അവിടുത്തെ ഓൾറൗണ്ട് ഷെഫായിരുന്നു. പിന്നെ ഇതിപ്പോ നാട്ടിൽ വരുന്നത് ചിന്ത കൊണ്ട് ഇങ്ങനെ 10-15 വർഷമായിട്ട് നാട് വിട്ടുന്നതുകൊണ്ട് നാട്ടിൽ വരുന്നത് ചിന്ത കൊണ്ട് ഇങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട് വിട്ട് പോയൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഒന്നുമല്ല, അതൊരു അന്നത്തെ സാഹചര്യം അത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും ദൂരമൊക്കെ പോയി ഇങ്ങനെ അങ്ങനെയല്ല, അത് കുറച്ചുകൂടി വേക്കൻസി ഒക്കെ അവിടെ ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ പോയി മാത്രമേ ഉള്ളൂ. അന്ന് അവിടെ ആയിരുന്നു കുറച്ചുകൂടി വേക്കൻസി. ഇനിയിപ്പോ നമ്മുടെ നാടും അവിടത്തേക്ക് എത്തി. അതിന് പകരമായി. അപ്പൊ സന്തോഷമാണ്. ഇവിടെ ഹോട്ടലിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് കണ്ടിട്ടാണ് നമ്മൾ കയറിയത്. തീർച്ചയായിട്ടും അത് പുള്ളിയുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വലിയ മനസ്സ്, അത്രേ നമ്മൾ പറയുള്ളൂ. അതിപ്പോ നമ്മൾ സ്റ്റാഫിനാണെങ്കിലും നമ്മളോട് ആരോടാണെങ്കിലും നമുക്ക് അതൊന്നും പറയാനില്ല. കാരണം വെച്ചാല് അത്രയ്ക്കും ഒരു വലിയ മനുഷ്യനാവും. കാരണം അത് അതിനകത്ത് ഒരുപാട് പറയാനുണ്ട്. കാരണം വെച്ചാൽ പുള്ളിയുടെ വാപ്പയുടെ കാലത്തൊക്കെ തുടങ്ങിയ ഒരു സംഭവം. ഇത്രയും വർഷം ഒരു സ്ഥാപനം ഒരു ഗ്യാസ് പോലാണ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എത്ര എഫേർട്ട് ചെയ്യണം. അതിന്റെ എഫേർട്ട് അത്രയും ഉണ്ടാവും. വിറകടുപ്പിലാണ് തീർച്ചയായിട്ടും. പൊറോട്ട പോലും വിറകടുപ്പിലോ അത് നമുക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് ഒരു ആൾക്കാരുടെ സഹകരണം, നാട്ടുകാരുടെ സഹകരണം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് അതിൻ്റെതായ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നമ്മൾ എടുക്കുന്ന തൊഴിലിനോട് പിന്നെ ശരിക്കും ഒരു കമ്മിറ്റഡ് ആണ്. ഞാൻ അകത്തോട്ട് കയറിയിട്ട് സംസാരിക്കുന്നില്ല, കാരണം മുടിയൊക്കെ അഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു പേടിയാണ് ഭക്ഷണത്തിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നവരുടെ ഒക്കെ ഒരു അഭിപ്രായം ചോദിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എത്ര നാളെ ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നത്? നമ്മള് ഏകദേശം ഇവരെ ഉപ്പ ഉള്ള സമയത്തേ ഉണ്ട്, ഒരു 10-40 കൊല്ലത്തിന് എടുക്കായിട്ടുണ്ടാവും. അപ്പൊ അന്നേരം ബീഫും പൊറോട്ട എന്നെല്ലാം പറഞ്ഞാൽ ഇട്ടൊരു ഫേമസ് മാസ്റ്റർ പീസ. അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് ടീമായിട്ട് വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് തുടർന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് കണ്ടു. ഇവരുടെ ഒരു ചിലർ കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലക്ക് പിന്നെ 75 വയസ്സ് കഴിഞ്ഞവർക്കും പിന്നെ ക്യാൻസർ ആശരണരും രോഗഗ്രസ്തരായ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള അങ്ങനെ വെച്ചത്. തീർച്ചയായും ഈ പുതിയ കാലത്ത് എല്ലാത്തിനും വില കൂടുന്ന സമയത്ത് കൂടെയുള്ളവരോടുള്ള കാരുണ്യ പ്രവർത്തനമൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയത്ത് ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? അതെ അല്ലേ, 25 വർഷം. ഏറ്റവും സീനിയർ ആണോ?
ഇങ്ങനെ പേരെങ്ങനെ? പേര് ഹനീഫ. ഹനീഫ. അപ്പൊ ഹനീഫ്ക്കെ പോലെയുള്ള ആൾക്കാർ എത്രയോ വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. ആ ഒരു സ്നേഹബന്ധം എല്ലാരുമായിട്ടുള്ള. നിങ്ങൾ എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ പോയിട്ട് വന്ന് കുറച്ചു കാലമായിട്ട്. കുറച്ചു കാലം ഞാൻ ടെമ്പററി അതെ. ചെറിയ പറഞ്ഞിട്ടില്ല തുറക്കാരങ്ങനെ. ഏട്ടന്റെ പേര് പറഞ്ഞു? പേര് മോഹനൻ. മോഹനൻ. നമ്മുടെ ഈ ഹോട്ടലിന്റെ മെയിൻ കുക്ക് ഗോവിന്ദേട്ടനാണ്. ഗോവിന്ദേട്ടൻ ഇവിടെ തന്നെയാണോ? കാങ്കോൽ തന്നെയാണോ? പെരിങ്ങോത്താണ്. ആഹാ. അപ്പോ ഇവരെല്ലാരും ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ മുടി അഴിച്ചിട്ട് എനിക്കൊരു പേടിയാണ്. വർഷങ്ങളായി ഇവിടെ പണിയെടുക്കുന്നവരും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും എല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, ഭാവമനസ്കത, കാരുണ്യ പ്രവർത്തനം ഒക്കെ എല്ലാവരിലേക്കും എത്തേണ്ടതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. വലിയ സന്തോഷത്തോടു കൂടി ഈ കാങ്കോളിൽ നിന്നും KN വർഷ.